പ്ലീനം വിളിക്കണം സഖാവെ, പ്ലീനം വിളിക്കണം. അടിയന്തര ആവശ്യമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നു വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയത് തെറ്റായി എന്ന് പറഞ്ഞിട്ട് ആ വർഗീയത സി പി എമ്മിനെതിരെ ന്യൂനപക്ഷ ഏകീകരണത്തിന് വഴിവെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും ബോട്ടം മുതൽ ടോപ്പ് വരെ ഈ പാർട്ടിയിലെ സഖാക്കൾ പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട്: നേതൃമാറ്റം. പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറിയെ മാറ്റി ശീലമുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? പയ്യന്നൂരും തളിപ്പറമ്പും കേരളത്തിൽ സി പി എമ്മിന്റെ ഇടത് കോട്ടകൾ പോലും ഇങ്ങ് കുത്തൊലിച്ചു പോയതും ഈ വിമത ശബ്ദമായി മാറിയ ജി സുധാകരനും കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ ടി കെ ഗോവിന്ദനും ഒക്കെ നിയമസഭയിൽ ഇന്ന് സി പി എമ്മിനെ പരിഹസിച്ചുകൊണ്ട് 16ാം നിയമസഭയിൽ വലതുപാളയത്തിൽ ഇരിക്കുന്നതും ശീലമുള്ള കാര്യമാണോ? അല്ലല്ലോ. ശീലമുള്ളതല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ അനുവദിക്കില്ല. പ്ലീനം വിളിക്കണം സഖാവെ, പ്ലീനം വിളിക്കണം. പ്ലീനം വിളിക്കുകയും കൃത്യമായി നേതൃമാറ്റം എന്ന ജനങ്ങളുടെ സഖാക്കളുടെ ആവശ്യങ്ങളെ, പാർട്ടി പ്രവർത്തകരുടെ ആവശ്യങ്ങളെ അഡ്രസ് ചെയ്യുകയും വേണം. അങ്ങനെ 1 വർഷം കഴിയുമ്പോ 2 വർഷം കഴിയുമ്പോ സ്വയം തോന്നിയ ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറിക്കൊടുക്കുന്ന ഒരു അവസ്ഥ വേണ്ട. പിണറായി വിജയന് ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അങ്ങനെ പറയുമായിരുന്നില്ല. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ മുഴുവനും ഏകകണ്ഠേന പിണറായിയും ഗോവിന്ദനും ഉണ്ട്. ഒരു കാര്യം, അതിനൊരു കാരണക്കാർ ഇവർ രണ്ടുപേരുമാണ് എന്ന് കൂടി പറയുമ്പോ അതിനെ കൂട്ടി വായിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ ഓഗസ്റ്റിൽ വലിയ സംസ്ഥാന സമ്മേളനം വിളിച്ച് കൃത്യമായി ജില്ലാ സെക്രട്ടേറിയറ്റിനെ പോലും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്ലീനമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു സംഘടനാ യോഗം നടത്തി കൈ കഴുകാമെന്ന് പറഞ്ഞ് മുടി വാർക്കാൻ പോവാണെന്ന് പറയുമ്പോ തല മുതൽ വാല് വരെ മാറ്റണം. ഒരു സംശയവും വേണ്ട. എം.വി. ഗോവിന്ദനും അതുപോലെ തന്നെ പിണറായി വിജയനും കൂട്ടുത്തരവാദിത്തമുണ്ട്. അവരിലേക്ക് തന്നെ പറയുന്നില്ലെങ്കിലും പരാമർശങ്ങൾ, ചെയ്തികൾ, ഈ ആളുകളോട് സംസാരിച്ച രീതികൾ, വാർത്താ സമ്മേളനങ്ങൾ എല്ലാം ഈ പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് പ്രധാന കാരണങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും കൂടി പരിശോധിക്കുന്നതായിരിക്കണം ഓഗസ്റ്റിലെ വരാനിരിക്കുന്ന പ്രത്യേക സമിതി യോഗം എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് തോന്നി പ്ലീനം വിളിക്കണ്ട, അടിമുടി ഉടച്ചു വാർക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ആരാണ്? നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുന്നത് മാത്രം നടക്കുന്ന രീതിയിലേക്ക് ഈ പാർട്ടി കൂപ്പുകുത്തിയത് എന്നാണ്. ഈ പാർട്ടിയെ വളർത്തിയ സഖാക്കൾ, മണ്ഡലങ്ങൾ, ജനങ്ങൾ എല്ലാം എവിടെയില്ലേ? അവരെ കേൾക്കാതെ കഴിയില്ല നിങ്ങൾക്ക് എന്നുള്ളതാണ്. ശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ തുടരുക തന്നെ ചെയ്യും.